Class 6-ലെ സയൻസിലെ 7th chapter Getting to know about plants. ഓക്കെ, അപ്പോൾ ഈ ലെസൻ്റെ പേരാണ് ഗെറ്റിംഗ് ടു നോ അബൌട്ട് പ്ലാന്റ്സ്. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ പ്ലാന്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ Earth is the only planet in our solar system that has viable condition for life to exist. So, എർത്തിൽ മാത്രമാണ് എന്ത് ലൈഫ് എക്സിസ്റ്റ് ആവുള്ളൂ, അല്ലേ? വേറൊരു പ്ലാനറ്റിലും ലൈഫ് ഇല്ല. ഓക്കെ, വൈൽ ദ പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ ഈസ് ദ മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണ്? വാട്ടറിൻ്റെയും ഓക്സിജൻ്റെയും പ്രസൻസ് ഉള്ളതാണ്. We must also recognize that life would not have been possible if it weren't for an oxygen-emitting plant. Life would not have been able to take shape on Earth. അപ്പോൾ ഓക്സിജനും വാട്ടറും ഇല്ലെങ്കിൽ ജീവൻ പോലും എർത്തിൽ നിലനിൽക്കില്ല. These plants are not only our source of oxygen, but the major source of food we eat. അപ്പോൾ നമുക്ക് എന്താണ്, പ്ലാന്റ്സ് ഓക്സിജൻ മാത്രമല്ല തരുന്നത്, വേറെ എന്തും കൂടി തരും, ഫുഡും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പ്ലാന്റ്സിനെ പറ്റി നമുക്ക് ആദ്യമേ പറയാനുള്ളത്. എവിടെയൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഗുണം ചെയ്യും, അല്ലേ? ഓക്കെ, we can classify the plants on the basic of their thickness. ഓക്കെ, അപ്പോൾ തിക്നെസ്സിൻ്റെ ബേസിസിൽ നമുക്ക് സ്റ്റെമ്മിൻ്റെ തിക്നെസ്സിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ പ്ലേസ് ഓഫ് ഒറിജിൻ ആൻഡ് ദിയർ ബ്രാഞ്ചസ് ഉള്ളതിൻ്റെ പേരിലൊക്കെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വൺ ഹെർബ്, പിന്നെ ഷേർബ്, പിന്നെ ട്രീസ്. ഓക്കെ, ഹെർബ്, ഷേർബ്, ട്രീസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെർബും ഷേർബ്സും ട്രീസിനെ പറ്റി ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് മിൻറ്റാണ്. ഓക്കെ, ഈ മിൻറ്റിൻ്റെ സ്റ്റെമ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വളരെ നേരിയ സ്റ്റെമ്പുള്ളൊരു പ്ലാന്റാണ്, അല്ലേ? വളരെ തിന്നാണ് ഇവരുടെ സ്റ്റെമ്പ്. അതേപോലെ തന്നെ ഒന്നൊടിച്ചാൽ അപ്പം തന്നെ ഒടിഞ്ഞും പോരും. അതേപോലെ ഭയങ്കര ബ്രാഞ്ചസ് ഒന്നുമില്ല, അത്യാവശ്യം ബ്രാഞ്ചസേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മിൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ മിൻറ്റ് ഏത് ക്ലാസിഫിക്കേഷനിൽ വരും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഹെർബിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് മിൻറ്റ് വരുന്നത്. ഓക്കെ, മിൻറ്റ് ഒരു ഹെർബാണ്. ദീസ് പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ഗ്രീൻ ഫ്രെയിൽ സ്റ്റെം. അവർക്ക് എങ്ങനത്തെ സ്റ്റെമ്മാണ്? ഗ്രീനും അതേപോലെ തന്നെ ഫ്രെയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് സ്റ്റെമ്മാണ്. ഓക്കെ, യൂഷ്വലി ദീസ് ആർ സ്മോൾ പ്ലാന്റ്സ് ആൻഡ് വിത്ത് നോട്ട് മെനി ബ്രാഞ്ചസ്. ചെറിയ പ്ലാന്റ്സ് ആണ്, അധികം ബ്രാഞ്ചസ് ഒന്നുമില്ലാത്ത ചെറിയ പ്ലാന്റ്സ് ആണ്. ഓക്കെ, സം കോമൺ എക്സാമ്പിൾസ് ആർ ബേസിൽ, കൊറിയാൻഡർ, മിൻറ്റ്, ഓറിഗാനോ, തൈം, പാർസലൈ, റോസ്മേരി. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഫിഗറിൽ കാണുന്ന പോലെ ഇങ്ങനെ നേരിയ സ്റ്റെമ്മും അതേപോലെ തന്നെ അത്ര ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ എൻ്റെ എക്സാമ്പിൾസ് ആണ്, പക്ഷേ എല്ലാത്തിനെയും പേരെടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മിൻറ്റ് കണ്ടു. നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാൻ അത്യാവശ്യം എളുപ്പമുള്ളത് മിൻറ്റും കൊറിയാൻഡറും ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ റോസ്മേരിയും നമുക്ക് എഴുതാം. ഓക്കെ, എക്സാമ്പിൾസ് കണ്ടു. ബേസിൽ, കൊറിയാൻഡർ, മിൻറ്റ്, ഓറിഗാനോ, തൈം, ഓക്കെ, റോസ്മേരി, എക്സെട്ര. ഇതൊക്കെ ഹെർബ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫിഗർ നോക്കി. ഇത് നമ്മുടെ എല്ലാവരുടെയും മിക്കവരുടെയും വീട്ടിലുള്ള കറ്റാർ വാഴയാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റെമ്മ് എന്താണ്? അത്യാവശ്യം സോഫ്റ്റാണ്, പക്ഷേ എന്താണ്, കുറച്ചും കൂടി വലുതാണ്, നല്ല വലിയ സ്റ്റെമ്മാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തന്നെ ക്ലാസിഫിക്കേഷനാണ് ഷേർബിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. These are the plants with hard but not thick stem. ഹാർഡാണ് എന്നാൽ എന്താ, ഭയങ്കര തിക്കൊന്നും അല്ല. Their branches generally originate from the base of their stem. സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന് തന്നെ എന്താണ്, ബ്രാഞ്ചസ് ഇവർക്ക് ഡെവലപ്പ് ആവും, അല്ലേ? കറ്റാർ വാഴയുടെയൊക്കെ എന്താണ് അടിയിൽ നിന്ന് തന്നെ, ബേസിൽ നിന്ന് തന്നെ എന്താണ് ബ്രാഞ്ചസ് ഡെവലപ്പ് ആവും. ദീസ് ആർ മച്ച് ടോളർ ദാൻ ഹെർബ്സ് ബട്ട് യൂഷ്വലി
ഷോർട്ടർ ദാൻ ട്രീസ്. അപ്പോൾ ഹെർബ്സിനേലും വലുതാണ്, എന്നാലോ ട്രീസിനേലും ചെറുതും ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം. ആലോവേറ, റോസ് പ്ലാന്റ്, ജാസ്മിൻ പ്ലാന്റ്, ബ്ലാക്ക്ബെറി പ്ലാന്റ് എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമുക്കറിയാവുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് എന്താണ്? ട്രീസാണ് അല്ലേ? എത്ര സുന്ദരമാണല്ലോ ഇങ്ങനെ ട്രീസ് നിൽക്കണ കാണാൻ തന്നെ. ഓക്കെ, നമുക്കപ്പോൾ ട്രീസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ട്രീസിൻ്റെ സ്റ്റെമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയതിൽ വെച്ച് ഏറ്റവും സ്റ്റെമ്മിൻ്റെ സൈസ് കൂടുതൽ ഇവർക്കാണ്. അതേപോലെ തന്നെ നല്ല ഹൈറ്റും ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ലോണം ബ്രാഞ്ചസും ഇവർക്കുണ്ട്. കണ്ടോ, നല്ലോണം ബ്രാഞ്ചസും ഉള്ളൊരു ഇതാണ്, പ്ലാന്റാണ് ട്രീസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ട്രീസിനെ പറ്റി നമുക്ക് നോക്കാം. These are the plants which are very tall and have thick and hard stem. തിക്കുമാണ്, അതേപോലെ തന്നെ ഹാർഡ് സ്റ്റെമ്മാണ്. ദ ബ്രാഞ്ചസ് ഒറിജിനേറ്റ് ഫ്രം ദ അപ്പർ പാർട്ട്. അപ്പോൾ താഴെ നിന്നല്ല ഡെവലപ്പ് ആവുന്നത്, ബ്രാഞ്ചസ് അപ്പർ പാർട്ടിൽ നിന്നാണ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, വെരി ഹൈ അബവ് ദ ഗ്രൗണ്ടിൽ നിന്ന് നല്ല ഉയരത്തിലെത്തിയതിന് ശേഷം മാത്രമാണ് എന്ത് ബ്രാഞ്ചസ് ഡെവലപ്പ് ആവുള്ളൂ. സം കോമൺ എക്സാമ്പിൾസ് ആർ നീം, പീപ്പാൽ, കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. കോക്കനട്ട് ട്രീയും മാംഗോ ട്രീ ഒക്കെ എന്താണ് നമുക്ക് കാണാം, നല്ലോണം ചില്ലകളുണ്ടാവും, അതേപോലെ തന്നെ ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലേ, നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഇവരാണ് ട്രീസ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മുടെ ഇതൊന്ന് ക്ലാരിഫൈ ആക്കാണ്, നമ്മുടെ അറിയാവുന്ന കാര്യങ്ങളൊന്ന് ക്ലാരിഫൈ ആക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ഫിഗർ വന്നിട്ട് ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാവാം? അതെ, ഓരോന്നും തറയിലാണ് കിടന്നുണ്ടാവുന്നത് അല്ലേ? ചെടിയൊക്കെ താഴേക്കൂടി പടർന്നാണ് വളരുന്നത് അല്ലേ? പൊക്കം വെക്കുന്നില്ല, പടർന്ന വള്ളികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? കണ്ടോ, ഓരോ വള്ളികൾ ഇങ്ങനെ പോണത് പല ഇതായിട്ട് ഗ്രൗണ്ടിൽ കൂടി തന്നെ ഇങ്ങനെ പാസ് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാവുന്നത്, ഈ ഫ്രൂട്ട്സും അതേപോലെ വെജിറ്റബിൾസും ഒക്കെ താഴെ കിടന്നാണ് ഉണ്ടാവുന്നത്, അല്ലാണ്ട് മാവമ്മ പോലെ പൊക്കത്തൊന്നും കിടന്നല്ല ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാരാന്ന് നമുക്ക് നോക്കാം. ഇവരാണ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ക്രീപ്പേഴ്സ് എന്ന് വിളിക്കും. ദീസ് പ്ലാന്റ്സ് വിച്ച് ഹാവ് സോഫ്റ്റ് വീക്ക് ആൻഡ് ഗ്രീൻ സ്റ്റെം. ഇവർക്ക് നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ ഭയങ്കര ആരോഗ്യമൊന്നും ഇല്ലാത്ത സ്റ്റെമ്മാണ്, അതേപോലെ നല്ല ഗ്രീനിഷ് സ്റ്റെമ്മാണ്. ആൻഡ് ഹെൻസ് കനോട്ട് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ നിൽക്കാനൊന്നും വലിയ കഴിവൊന്നുമില്ല. കാരണം ഇവരുടെ സ്റ്റെമ്മ് വളരെ വീക്കായതുകൊണ്ട് അവർക്ക് നേരെ നിൽക്കാനൊന്നും കഴിയില്ല. സം കോമൺ എക്സാമ്പിൾസ് ആർ സ്വീറ്റ് പൊട്ടാറ്റോ, വാട്ടർമെലൺ, പംകിൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ക്ലൈംബേഴ്സ് ആണെന്ന്. ഓക്കെ, അപ്പോൾ കണ്ടോ, മുന്തിരിവള്ളികൾ അല്ലേ? മുന്തിരിവള്ളികൾ നല്ല ഹൈറ്റിലാണ്, പക്ഷേ പൊക്കത്ത് കിടന്ന് ഒരു മരത്തും അല്ലെങ്കിൽ എന്തെങ്കിലും കിടന്ന് പടർന്നാണ് എന്തുണ്ടാവുന്നത്, ഗ്രേപ്സ് ഉണ്ടാവുന്നത്. ഗ്രേപ്പ് ഫാമൊക്കെ വിസിറ്റ് ചെയ്തവർക്ക് മനസ്സിലാവും, മുന്തിരി തോട്ടങ്ങൾ വിസിറ്റ് ചെയ്തവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് മുന്തിരി ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ക്ലൈംബേഴ്സ്, ഈ ക്ലാസിഫിക്കേഷനിൽ വന്നവരാണ് ക്ലൈംബേഴ്സ് എന്ന് പറയുന്നവർ അല്ലേ? ദീസ് ആർ ഓൾസോ ദ പ്ലാന്റ്സ് വിത്ത് സോഫ്റ്റ് ആൻഡ് വീക്ക് സ്റ്റെം. ഇവർക്കും സോഫ്റ്റും വീക്കായിട്ടുള്ള സ്റ്റെമ്മാണ്, പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രെഡിങ് ഓൺ ദ ഗ്രൗണ്ട് ദേ ടേക്ക് സപ്പോർട്ട് വിത്ത് എ നിയർ ബൈ ഒബ്ജക്റ്റ് ആൻഡ് ക്ലൈംബ് അപ്പ്. അപ്പോൾ അവർ താഴെ കിടന്നൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ എന്ത് ചെയ്യും, ഒന്നിൻ്റെ മേലിലേക്ക് കയറിപ്പോവും, പടർന്ന് കയറും. ഓക്കെ, അവരാണ് ക്രീപ്പേഴ്സ്. എക്സാമ്പിൾ നോക്കി, കുക്കുംബർ, ബീൻ, ഗ്രേപ്പ് വൈൻ, മണി പ്ലാന്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ കുക്കുംബറൊക്കെ ഇങ്ങനെ കിടന്ന് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, അടുത്ത എന്ത് ടോപ്പിക്കാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത വന്നത് ഓരോ പാർട്സിനെ പറ്റി പഠിക്കാനാണ്. ഫസ്റ്റ് വൺ ഇസ് സ്റ്റെം. സ്റ്റെം ഇസ് ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ സപ്ലൈയിങ് വാട്ടർ ടു ഓൾ പാർട്സ്. അപ്പോൾ സ്റ്റെമ്മാണ് എല്ലായിടത്തേക്കും വാട്ടറും അതേപോലെ തന്നെ മിനറൽസും സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്റ്റെം വിച്ച് ബിയേഴ്സ് ബ്രാഞ്ചസ്, ഫ്ലവേഴ്സ്, ലീവ്സ്, ഫ്രൂട്ട്സ്, ബഡ്.
അപ്പോൾ സ്റ്റെമ്മാണ് ഇവരെല്ലാവരെയും പിടിച്ച് നിർത്തുന്നത് അല്ലേ. ബ്രാഞ്ചസും ഫ്ലവേഴ്സും ലീവ്സും ഫ്രൂട്ടും ബഡും ഒക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ഈ സ്റ്റെമ്മിൽ നിന്നാണ് ഉണ്ടാവുന്നത് അല്ലേ. ഇതേപോലെ വളരെ തിക്കായിരിക്കും ചില പ്ലാന്റ്സിൻ്റെ, മരങ്ങളുടെയൊക്കെ ആണെങ്കിൽ ട്രീസിൻ്റെയൊക്കെ ആണെങ്കിൽ വളരെ ഹാർഡും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, റൂട്ട്സ് suck the water and minerals from the soil and it is the stem functions to push into the water upward in other parts of the plant. ഓക്കെ, അപ്പോൾ റൂട്ടാണ് എന്ത് ചെയ്യുന്നത്? വാട്ടറും മിനറൽസും ഒക്കെ താഴേന്ന് മേലേക്ക് എടുക്കുന്നത് അല്ലേ. താഴേന്ന് മേലേക്ക് ഉണ്ടാവുന്നത് റൂട്ട്സാണ് അല്ലേ. ഈ റൂട്ട്സിൽ നിന്ന് സ്റ്റെമ്മാണ് ലീഫിൻ്റെ പല പല പോർഷൻസിലോട്ട് വാട്ടറും മിനറൽസും ഒക്കെ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ റൂട്ടിൻ്റെ ജോലിയാണ് എന്ത്? സോയിലിൽ നിന്ന് കളക്ട് ചെയ്യുക, അത് കഴിഞ്ഞ് സ്റ്റെമ്മിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി ഒരു എക്സ്പീരിമെൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ എക്സ്പീരിമെൻറ്റ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, ദ എക്സ്പീരിമെൻറ്റ് ദാറ്റ് ഹെൽപ്പ് അസ് ടു demonstrate how stem are responsible for carrying water to different part of plant. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്റ്റെമ്മ് പല പോർഷൻസിലേക്കും വാട്ടർ എത്തിക്കുന്നതെന്ന്. ഓക്കെ, വി ക്യാൻ ഒബ്സർവ് ബൈ ദ സോക്കിംഗ് ഓഫ് സ്റ്റെം ഓഫ് പ്ലാന്റ് ഇൻ എ ഗ്ലാസ് വിത്ത് വാട്ടർ ഓൺ ആഡിങ് കളേർഡ് ഇങ്ക് ഇൻ ടു ദ വാട്ടർ. വി ഒബ്സർവ് ദാറ്റ് ആഫ്റ്റർ എ വൈൽ ദാറ്റ് ദ സ്റ്റെം ആൻഡ് ലീഫ് ഓഫ് ദ പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു ടേൺ ദ കളർ ഓഫ് ദ ഇങ്ക്, വിച്ച് മീൻസ് ദ പ്രൂഫ് ദാറ്റ് ദ സ്റ്റെം ക്യാരീസ് വാട്ടർ ആൻഡ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് പ്ലാന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഫിഗറിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. അത് കളേർഡ് വാട്ടറിലാണ് മുക്കി വെച്ചേക്കുന്നത്, ഇമ്മൻസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും എന്നറിയോ? നമ്മുടെ ഈ പ്ലാന്റിൻ്റെ കളറ് ഇപ്പോൾ ഇത് യെല്ലോ ആണെങ്കിൽ യെല്ലോ കളർ സ്റ്റെമ്മുമായിട്ട് മാറും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ എന്ത് പറ്റും? സ്റ്റെമ്മിൻ്റെ കളറ് റെഡായിട്ട് മാറും. സ്റ്റെമ്മിൻ്റെ കളർ കുറച്ച് കഴിയുമ്പോൾ റെഡായിട്ട് മാറും. അതല്ല ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ എന്ത് പറ്റും? കളറ് ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സ്റ്റെം ആ കളറ് എടുക്കും. എന്താണോ കളറ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് വലിച്ചങ്ങോട്ട് കുടിക്കും. ഇപ്പോൾ നമ്മൾ വയലറ്റ് കളറാണ് എടുത്ത് വെച്ചേക്കണമെങ്കിൽ ആ വയലറ്റ് കളറ് ഈ സ്റ്റെമ്മിൽ കൂടി ഇങ്ങനെ കയറിപ്പോയിട്ട് എല്ലായിടത്തോട്ടും എത്തും. ഓക്കെ, ലീഫിനും ആ കളറ് കിട്ടും, സ്റ്റെമ്മിനും കിട്ടും, എല്ലാവർക്കും ആ ഒരു ഇപ്പോൾ നീല കളറാണെങ്കിൽ നീല കളർ കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു എക്സ്പീരിമെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു എക്സ്പീരിമെൻറ്റ്. ഒന്നുമില്ല, ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് ഉജാല എന്തെങ്കിലും ആഡ് ചെയ്യുക, ഇച്ചിരി വെള്ളത്തിലേക്ക് ഉജാല കലക്കി വെക്കാം. ഈ വയലറ്റ് കളർ പോലെ ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞൊരു ചെറിയ എന്തെങ്കിലും ഒരു ഹെർബൽ പ്ലാന്റ് എടുത്ത് അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ആ പ്ലാന്റിൻ്റെ കളറ് നമ്മൾ ഉജാലയുടെ കളർ തന്നെ ആയിട്ടുള്ള വയലറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീവ്സ്. ഓക്കെ, ലീഫ് എന്താണെന്ന് നോക്കാം. The leaves of the plant are the major responsible for performing two essential functions of the plant survival and growth. അപ്പോൾ പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ലീഫ് എന്ന് പറയുന്നത്. പ്ലാന്റ് ജീവിച്ച് നിൽക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് പ്രോസസ്സ് ചെയ്തിരിക്കണം. ആ രണ്ട് പ്രോസസ്സാണ് ഫസ്റ്റ് വൺ ട്രാൻസ്പിരേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് ഇതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷേ ട്രാൻസ്പിരേഷൻ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിരേഷനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ട്രാൻസ്പിരേഷൻ ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് plant release the excess amount of water in the air. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെടിയിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്ത് എയറിലോട്ട് വിടും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ്പിരേഷൻ എന്ന് വിളിക്കുന്നത്. When the water travels by the stem to the leaf, some of it get used up for the preparation of food, while the excess water is converted to the water vapor due to the presence of sun. Transpiration is an important part of plant as it helps the plant to
കൂൾ ഡൗൺ. അപ്പോൾ ട്രാൻസ്പിരേഷൻ്റെ മെയിൻ ഫങ്ഷനാണ് എന്ത്? പ്ലാന്റിനെ കൂളായിട്ട് നിർത്തും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ട്രാൻസ്പിരേഷൻ ടെമ്പറേച്ചർ ഓഫ് ദ leaf becomes unregulated which may lead to eventually the death of plant. അപ്പോൾ ട്രാൻസ്പിരേഷൻ നടന്നില്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായിട്ട് പോകും, ഉണങ്ങി നശിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിരേഷൻ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ആയിട്ടുള്ള വെള്ളം നമ്മുടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളം എന്താണ്? വാട്ടർ വേപ്പേഴ്സായിട്ട് പുറത്തോട്ട് കൺവേർട്ട് ചെയ്ത് വിടുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ്പിരേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കി, റൂട്ട് അബ്സോർബ് ചെയ്യും വാട്ടർ, ആ വാട്ടർ പ്ലാന്റിൽ കൂടി ട്രാവൽ ചെയ്യും, വാട്ടർ വേപ്പർ ഫ്രം ദ ലീഫ് പോർ ഇൻ ദ ലീഫിൻ്റെ പോർസ്, ഹോൾസ് ഉണ്ടാവുമല്ലോ ലീഫിൻ്റെ ഉള്ളിൽ, ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ഹോൾസ് ഉണ്ടാവും, ആ ഹോൾസ് അല്ലെങ്കിൽ പോർസിൽ കൂടിയാണ് ട്രാൻസ്പിരേഷൻ നടക്കുന്നത്. We can observe transpiration by enclosing a leafy part of a plant in closely polythene bag and keeping it in the sun. After a while, we see tiny droplets of water on inside of the polythene bag, which are the proof for the leaf have performed transpiration. Okay, അപ്പോൾ ട്രാൻസ്പിരേഷൻ നടന്നു എന്നുള്ളതിനൊരു തെളിവായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. ഒന്നല്ലെങ്കിൽ എന്താണ്? ഒരു കവറിൻ്റെ ഉള്ളൊരു ചെടി എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് പുറത്ത് സണ്ണിൻ്റെ ചൂടിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്ത് പറ്റും? ആ കവറിൻ്റെ ഉള്ളിൽ നിറച്ചും വെള്ളത്തിൻ്റെ തുള്ളികൾ കാണാൻ പറ്റും. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ദേ ഈ ടോപ്പിൽ കണ്ടോ? ടോപ്പിൽ എന്താണ്? വാട്ടർ വേപ്പേഴ്സ് ഫോം ചെയ്തേക്കുന്നത് അല്ലേ? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഈ പ്ലാന്റ് എന്ത് ചെയ്ത്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ പൊക്കത്ത് കാണുന്നത് ട്രാൻസ്പിരേഷൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്പിരേഷൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാകും ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അല്ലേ? അപ്പോൾ ഫോട്ടോസിന്തസിസ് ഇസ് ഡിഫൈൻഡ് എസ് എ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ലീവ്സ് prepare food for the plant with the help of carbon dioxide and water. അപ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറിൻ്റെ പ്രസൻസിൽ ലീഫ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാം. ദ ഫോട്ടോസിന്തസിസ് occur in the presence of sun and aided by the presence of greenish pigment in the leaf called chlorophyll. അപ്പോൾ എന്തൊക്കെ അത്യാവശ്യമാണ്? സണ്ണിൻ്റെ പ്രസൻസ് വേണം, അതേപോലെ തന്നെ നമ്മുടെ ലീഫിൽ ഒരു ഗ്രീൻ പിഗ്മെൻറ്റ് വേണം. ഈ ഗ്രീൻ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ക്ലോറോഫിൽ. നമ്മുടെ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കാൻ കാരണം ഈ ക്ലോറോഫിലാണ്. പ്ലാന്റ് ഓൾസോ റിലീസസ് ഓക്സിജൻ ഇൻ വേരിയസ് പ്രോസസ്സ്. പല പ്രോസസ്സ് വഴി എന്തും റിലീസ് ചെയ്യും പ്ലാന്റ്? ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യും. ദ ഫുഡ് പ്രിപ്പയർഡ് ഈസ് സ്റ്റോർഡ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് പ്ലാന്റ്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റിൻ്റെ പല പല പാർട്സിലാണ്. ഏതൊക്കെയാണ്? ഫ്രൂട്ട്സും ഫ്ലവേഴ്സും സീഡ്സും ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇൻ ആബ്സെൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ദ പ്ലാന്റ് ഈസ് അൺഏബിൾ ടു യൂട്ടിലൈസ് ദ വാട്ടർ ആൻഡ് മിനറൽസ് ടു പ്രിപ്പയർ ഫുഡ് ഫോർ ഇറ്റ്സ് നറിഷ്മെൻറ്റ് ആൻഡ് ഗ്രാജുവലി ഡൈ. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടന്നില്ല എങ്കിൽ എന്താണ്? നമ്മുടെ പ്ലാന്റിന് ഈ വാട്ടറും മിനറൽസും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പതിയെ പതിയെ പ്ലാന്റ് ഡൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയേ, വാട്ടർ ഫ്രം റൂട്ടിൽ നിന്ന് കളക്ട് ചെയ്യും, അതേപോലെ തന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കും, ഓക്സിജൻ പുറത്തേക്ക് കളയും അല്ലേ? പൊക്കത്തുനിന്ന് സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട, അടിയിൽ നിന്ന് വാട്ടറും മിനറൽസും. ഓക്കെ, അപ്പോൾ ഈ ഫിഗറും കൂടി വരച്ച് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും നിങ്ങളുടെ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് എന്താണെന്ന് നോക്കാം. In order to see the leaf really do perform photosynthesis, we take a leaf and immerse it in a test tube filled with spirit. അപ്പോൾ നമുക്കിത് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് അതിൽ സ്പിരിറ്റ് വയ്ക്കണം. സ്പിരിറ്റ് ഒരു കെമിക്കലാണ് സ്പിരിറ്റ്. പ്ലേസിങ് ദി ടെസ്റ്റ് ട്യൂബ് ഇൻ എ ബീക്കർ ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ അതിൽ കുറച്ച് വാട്ടറും കൂടി വേണം. ഓക്കെ, വി ഹീറ്റ് ദ ബീക്കർ. അപ്പോൾ ഒരു ബീക്കർ എടുക്കുക,
അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക. ഓക്കെ, വാട്ടർ ചെയ്തിട്ട് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സ്പിരിറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, സ്പിരിറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, സ്പിരിറ്റ് ആഡ് ചെയ്തിട്ട് ഒരു ലീഫ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. ഒരു ലീഫ് ഇട്ട് കൊടുക്കണം. ഒരു ലീഫ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അടിയിൽ നിന്ന് നന്നായിട്ട് ഹീറ്റും ചെയ്യണം. ഓക്കെ, ഹീറ്റ് ചെയ്യണം. ഇനി ആഫ്റ്റർ ദ ലീഫ് ലൂസസ് ഇറ്റ്സ് കളർ വി വാഷ് ഇറ്റ് ആൻഡ് പോർ അയോഡിൻ സൊല്യൂഷൻ ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ ലീഫ് ആ കളർ പച്ച കളർ ലൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അയോഡിൻ എടുത്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഒഴിച്ചൊന്ന് കൊടുക്കണം. വി can be seen below, which shows the presence of starch, thus disproving our doubt. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ സ്റ്റാർച്ച് പ്രസൻ്റ് ആണെന്ന്. അപ്പോൾ എന്താണ്, പ്ലാന്റ് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ടെന്ന് ഒരു പ്രൂഫാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നത് പാർട്ട് ഓഫ് ലീഫ്. ലീഫിൻ്റെ പാർട്സാണ് പറയുന്നത്. ലീഫിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ petiole. Petiole it is the stack where the leaf is joined to the plant. അപ്പോൾ ലീഫ് പ്ലാന്റിലോട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് petiole. എങ്ങനെയാണ്, നമ്മുടെ സ്റ്റെമ്മിലോട്ടല്ലേ ഈ ലീഫ് ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ഇരിക്കും. ഈ നമ്മുടെ ലീഫ് ജോയിൻ ചെയ്യുന്ന ഈ പാർട്ട് പോലെ ഇരിക്കും അല്ലേ. ഞാനൊരു ഒരു റെഫറൻസിന് വേണ്ടിയിട്ടൊരു ലീഫ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലീഫായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ടാണ് petiole എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാമിന ഈസ് ദ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദി ഗ്രീൻ പോർഷൻ ഓഫ് എനി ലീഫ് വിത്ത് റെസ്പോൺസിബിൾ ഓഫ് ഫോട്ടോസിന്തസിസ്. നമ്മൾ ഈ കാണുന്ന ഒരു ഗ്രീൻ പോർഷൻ മൊത്തം എന്തായിരിക്കും, ലാമിന. അതിൻ്റെ പേരാണ് ലാമിന. ആ ഗ്രീൻ പോർഷൻ കാണില്ലേ, ആ സർഫസ്, അതാണ് ലാമിന എന്ന് പറയുന്നത്. ഇനി വെയിൻസ് എന്ന് പറഞ്ഞാൽ മെനി ലൈൻസ് ദാറ്റ് റൺ ത്രൂ ദ സർഫസ് ഓഫ് ലീഫ് ആർ കോൾഡ് വെയിൻസ്. അപ്പോൾ ലീഫിൻ്റെ പൊക്കത്ത് കൂടി നമ്മൾ ലീഫ് താഴേക്ക് മറിച്ച് നോക്കി എനിക്ക് കുറേ നമ്മുടെ വെയിൻസ്, നമ്മുടെ ബോഡിയിലുള്ള വെയിൻസ് പോലെ ലീഫിൻ്റെ അടിയിലും കുറേ വെയിൻസ് കാണാൻ പറ്റും. അതാണ് വെയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസൈൻ മെയ്ഡ് ബൈ ദം അവരുണ്ടാക്കുന്ന ആ വെയിൻസ് കാരണം ഉണ്ടാകുന്ന ഡിസൈനിനെ ലീഫ് വെനേഷൻ എന്ന് പറയും. ഓക്കെ, ദേ ട്രാൻസ്പോർട്ട് ദ വാട്ടർ ആൻഡ് മിനറൽസ്. അവരെന്ത് ചെയ്യും, വാട്ടറും മിനറലും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് അവരുടെ ജോലി, ലീഫ് വെനേഷൻ്റെ ഡ്യൂട്ടി. മിഡ്രിപ്പ് ഇറ്റ് ഈസ് ദ സെൻട്രൽ പ്രോമിനൻറ്റ് thick structure right at the middle of the leaf that support leaf and prevent it from breaking. അപ്പോൾ ഈ നടുക്ക് കാണുന്ന സ്ട്രെയിറ്റ് ആയിട്ടൊരു കുറച്ചുകൂടി കട്ടി കൂടിയൊരു ഇതുണ്ടാവും, ഒരു വെയിൻ പോലത്തെ സംഭവമാണ്, അതാണ് മിഡ്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്സൊക്കെ നന്നായിട്ട് പഠിക്കണം എക്സാമിന്. ഈ പോർഷൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് വെയിറ്റേജ് വന്നൊരു ലെസണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് വെയിൻ, കണ്ടോ, വെയിനാണ് ഇത്, വെയിൻ വന്നത് ഇത്. ഓക്കെ, ഈ ഗ്രീൻ പാർട്ട് ഈ ഫുൾ എൻ്റെ ആ സർഫസിൻ്റെ പേര് ലാമിന. ഈ നടുക്ക് കൂടി പോകുന്ന ഇതിൻ്റെ പേര് മിഡ്രിപ്പ്. ഓക്കെ, ഈ ഇതും ലീഫും സ്റ്റെമ്മും കൂടി കണക്ട് ചെയ്യുന്ന പോർഷൻ petiole. ഓക്കെ, ഈ ഡിസൈൻസ് ഫോം ചെയ്യുന്നത് ലീഫ് വെനേഷൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഇച്ചിരി കളർഫുള്ളായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് പഠിക്കാൻ പറ്റുന്നൊരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കളർഫുള്ളായിട്ടൊരു പേപ്പർ എടുത്തിട്ട് എനിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദ 2 മേജർ ടൈപ്പ് ഓഫ് ലീഫ് വെനേഷൻ. 2 ടൈപ്പ് ഓഫ് ലീഫ് വെനേഷൻസ് ഉണ്ട്, ആ പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇതാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ. റെക്ടിക്കുലേറ്റ് വെനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെറ്റ് ടു എക്സസ് വെൻ ദ വെയിൻസ് ഫ്രം ദ നെറ്റ് ലൈക്ക് ഷേപ്പ് ഓൺ ദ എയ്തർ സൈഡ് ഓഫ് ദ മിഡ്രിപ്പ്. മിഡ്രിപ്പിൻ്റെ 2 സൈഡിലും എന്താണ്, നെറ്റ് പോലെ ആയിരിക്കും ഈ വെയിൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് വെനേഷൻ ഈസ് സീൻ ടു എക്സസ്റ്റ് ഇൻ ഡൈക്കോട്ട്സ് ലൈക്ക് ഗുവ ആൻഡ് മാംഗോ. മെയിൻലി ഡൈക്കോട്ട് ആയിട്ടുള്ള
പ്ലാന്റ്സിലാണ് കാണുന്നത്. ഓക്കെ, റെക്ടിക്കുലേറ്റ് വെനേഷൻ. ഇനി പാരലൽ വെനേഷൻ ആണ് സെക്കൻഡ് ടൈപ്പ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ടൈപ്പ് റെക്ടിക്കുലേറ്റ് വെനേഷനും സെക്കൻഡ് ടൈപ്പ് പാരലൽ വെനേഷൻ. ഓക്കെ, അപ്പോൾ പാരലൽ വെനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സിസ്റ്റ് വെൻ ദ വെയിൻസ് റൺ പാരലൽ ടു അനദർ. പാരലൽ ആയിട്ടാണ് ഇവർ പാസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വെനേഷൻ ഈസ് സീൻ എക്സിസ്റ്റ് ഇൻ മോണോകോട്ട്സ് ലൈക്ക് ബനാന, വീറ്റ്, കോക്കനട്ട് എക്സെട്ര. അപ്പോൾ കോക്കനറ്റിൻ്റെയൊക്കെ ഓലെടുത്ത് നോക്കുകയാണെങ്കിൽ പാരലൽ വെനേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, വീറ്റ്, ബനാന ഇതിലൊക്കെ പാരലൽ വെനേഷനാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫിഗർ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ. ഓക്കെ, അപ്പോൾ റെക്ടിക്കുലേറ്റ് വെനേഷൻ വന്നിട്ട് കണ്ടോ, ഓരോ പാറ്റേൺസും ഡിസൈൻസും ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഇതിൽ നിന്നും ഇങ്ങനെ ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ. മെയിൻലി കണ്ടോ ഈ ലീഫിനൊക്കെ കണ്ടോ എന്താണ് നെറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇതിനും ആ സെയിം നെറ്റ് ലൈക്ക് സ്ട്രക്ചറാണ്. ഈ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പാരലൽ വെനേഷൻ. പാരലൽ വെനേഷൻ വന്നിട്ട് ഈ ലീവ്സിനൊക്കെ കണ്ടോ ഡയറക്റ്റ് പാരലൽ ലൈൻസ് പോലെയാണ് വന്നത്. വേറെ ഡിസൈൻസ് ഒന്നുമില്ല, ഇങ്ങനെ പാരലായിട്ട് കണ്ടോ. എല്ലാ ലീഫിനും അങ്ങനെ തന്നെയാണ്, പാരലായിട്ട് നല്ല നീട്ടത്തിലാണ്. വേറെ സൈഡിലേക്കൊന്നുമില്ല ഫോർമേഷൻ, വെയിൻസ് ഫോം ചെയ്യില്ല, നേരെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് പാരലൽ വെനേഷൻ വരുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ നേച്ചറിനോട് എക്സ്പ്ലോർ ചെയ്യേണ്ട, നേച്ചറിൽ എന്തൊക്കെയുണ്ടെന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ലെസണും കൂടിയാണ് അല്ലേ. നമ്മൾ ആരും ഇതുവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പല ടൈപ്പ് ഓഫ് ലീഫ് വെനേഷൻസ് ഉണ്ടെന്നൊന്നും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂട്ടിനെ പറ്റിയാണ് അല്ലേ. വേര്, റൂട്ട്. ഓക്കെ, റൂട്ട് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ പ്ലാന്റ് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് ഇത് പ്ലാന്റിൻ്റെ റൂട്ട്. വിത്തൗട്ട് പ്രസൻസ് ഓഫ് റൂട്ട് പ്ലാന്റ് ഈസസ് ടു എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു റൂട്ട് ഇല്ലെങ്കിൽ ഒരു പ്ലാന്റിന് എക്സിസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് ബിക്കോസ് റൂട്ട് പെർഫോം ദ 3 മേജർ ഫങ്ഷൻസ് ടു ഗ്രോ, സർവൈവൽ. ഓക്കെ, അപ്പോൾ കുറേ ഫങ്ഷൻസ് ചെയ്യണോണ്ടാണ് എന്ത് റൂട്ട് ഇല്ലെങ്കിൽ പ്ലാന്റിന് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, റൂട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ അബ്സോർബിങ് മിനറൽ ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ. അപ്പം മിനറൽസും വാട്ടറും ഒക്കെ റൂട്ടിൽ നിന്ന് ആണ് എന്ത് പ്ലാന്റിൻ്റെ പല പാർട്ടിലേക്ക് എത്തുന്നത്. ആൻഡ് ട്രാൻസ്ഫറിങ് ദം ടു സ്റ്റെമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിടും. ഇറ്റ് ഈസ് ഓൺലി ആഫ്റ്റർ ദ റൂട്ട് ഹാസ് ട്രാൻസ്പോർട്ടഡ് വാട്ടർ ആൻഡ് മിനറൽസ് ടു സ്റ്റെം ദറ്റ് ദ സ്റ്റെം ബിക്കം ക്യാപ്പബിൾ ഓഫ് ട്രാൻസ്പോർട്ടിങ് ഓൾ ദീസ് പ്ലാന്റ്. അപ്പോൾ റൂട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്തിലേക്ക്, സ്റ്റെമ്മിലേക്ക്. എന്നാൽ മാത്രമാണ് സ്റ്റെമ്മിന് പ്ലാന്റിൻ്റെ പല പാർട്സിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുള്ളൂ. അനദർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദ റൂട്ട് ഈസ് ഫേംലി ആങ്കർ ദ പ്ലാന്റ് ഇൻ ദ ഗ്രൗണ്ട്. ഒന്ന് നേരെ നിർത്തുക അല്ലേ, പ്ലാന്റിനെ ഒന്ന് സ്റ്റഡി ആയിട്ട് അപ്രൈറ്റായിട്ടൊന്ന് നിർത്തുക. ദിസ് ഈസ് എസെൻഷ്യൽ ടു സെപ്പറേറ്റ് ദ അപ്രൈറ്റ് പൊസിഷൻ ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്ലാന്റിന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാർട്ടാണ് റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് ഓൾസോ പെർഫോംസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റോറിങ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് ഓഫ് ഫുഡ് ഫോർ ഗ്രോത്ത്. അപ്പോൾ മെയിൻലി ക്യാരറ്റൊക്കെ റൂട്ടിൽ ഫോം ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഫുഡ് സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഇവർ യൂസ് ചെയ്യും. അപ്പോൾ 3 പോയിൻറ്റ്സ് ഓഫ് സ്റ്റെമ്മിനെ പറ്റിയുള്ളത്. ഫസ്റ്റ് വൺ വന്നത് ഇതാണ് അല്ലേ. ഫസ്റ്റ് പോയിൻ്റ് വരുന്നത് എന്താണ്, റൂട്ട് റെസ്പോൺസിബിളാണ്. സെക്കൻഡ് വരുന്നത് എന്താണ്, നേരെ ആങ്കേഴ്സ് നേരെ നിർത്തുന്നു അപ്രൈറ്റ്. തേർഡ് വൺ വന്നത് സ്റ്റോറിങ് ദ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് ഓഫ് ഫോർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പല ന്യൂട്രിയൻസും എടുക്കുന്നത് ഇവരാണ്, സ്റ്റോർ ചെയ്യുന്നത് ഇവരാണ് അല്ലേ. റൂട്ട് ഇനി 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ റൂട്ടിൻ്റെ 2 ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ ഇസ് ടാപ്പ് റൂട്ടാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ടാപ്പ് റൂട്ട്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് റൂട്ട് ദർ ഈസ് നോ പ്രോമിനൻറ്റ് ആൻഡ് ലോങ് റൂട്ട്. അപ്പോൾ 1 പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ലോങ് റൂട്ട് കാണും, ഒരു മെയിൻ റൂട്ട് കാണും, അതുകൂടാണ്ട് ഒരു ബഞ്ച് ഓഫ് സ്മോളർ റൂട്ട്സ് ഫ്രം ഇറ്റ്സ് മെയിൻ റൂട്ട് ഈസ് കോൾഡ് ലാറ്ററൽ റൂട്ട്. അപ്പോൾ മെയിനായിട്ടൊരു റൂട്ട് കാണും, ആ ഒരു റൂട്ടിൽ നിന്ന് പല ചെറിയ ലാറ്റേണൽ
ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, ഫൈബ്രസ് റൂട്ട് വരെയെനിക്ക് ഇൻ ദിസ് ടൈപ്പ് ഓഫ് റൂട്ട് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ റൂട്ട്സ് സൈസ്ഡ് റൂട്ട് എമേർജ് ഫ്രം ദ ബേസ് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ പ്ലാന്റിൻ്റെ ബേസിൽ നിന്ന് തന്നെ എന്താണ് ഇതേപോലെ പല ടൈപ്പിൽ സെയിം സൈസിലുള്ള റൂട്ട് ഫോം ചെയ്യും, ഫൈബ്രസ് റൂട്ട്. ഓക്കെ, ദേ ഡു നോട്ട് ഹാവ് എ മെയിൻ റൂട്ട്. ഒരു മെയിൻ റൂട്ട് എന്ന് വിളിക്കാനൊന്നും ആരും ഉണ്ടാവത്തില്ല. ഇറ്റ് ഹാഡ് ഹാർഡ് ടു പുൾ ഔട്ട് ആൻഡ് ദ ടാപ്പ് റൂട്ട് ഗോ ഡീപ്പർ വിത്തിൻ ദ സോയിൽ. അപ്പോൾ പറിച്ചെടുക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം നല്ല ഡീപ്പിലോട്ട് ഇത് പോകും. ദിസ് റൂട്ട് സിസ്റ്റം ക്യാൻ എക്സിസ്റ്റ് ഇൻ പ്ലാന്റ് വിത്ത് ലീഫ് ഡിസ്പ്ലേയിങ് റെക്ടിക്കുലർ വെനേഷൻ. റെക്ടിക്കുലേറ്റ് വെനേഷൻ കാണിക്കുന്ന പ്ലാന്റ്സിലാണ് എന്തുണ്ടാവുന്നത്, ഈ ടൈപ്പ് ഓഫ് റൂട്ട് ഉണ്ടാവുന്നത്, ടാപ്പ് റൂട്ട് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ക്യാരറ്റ്, ടേണിപ്പ്, ഗ്രാം, ചൈന റോസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ എക്സാമ്പിൾ. ഫൈബ്രസ് റൂട്ട് വരുമ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് റൂട്ട് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സൈസ്, അത് നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് അല്ലേ. അടുത്ത പോയിൻ്റ് വരുന്നത് ദീസ് പ്ലാന്റ് ആർ റിലേറ്റീവ്ലി ഈസിയർ ടു പുൾ ഔട്ട് ഫ്രം ദ സോയിൽ. പെട്ടെന്ന് നമുക്ക് വലിച്ച് പറിച്ച് കളയാം, കാരണം പുല്ലുകൾക്ക് എങ്ങനെയാണ് ഫൈബ്രസ് റൂട്ടാണ്, നമുക്ക് പെട്ടെന്ന് വലിച്ച് പറിച്ച് കളയാൻ പറ്റും. ദിസ് സിസ്റ്റം ഇസ് സീൻ ഇൻ പ്ലാന്റ്സ് എക്സിസ്റ്റിംഗ് വിത്ത് പാരലൽ വെനേഷൻ. പാരലൽ വെനേഷനുള്ള പ്ലാന്റ്സിനാണ് നമുക്ക് ഓക്കെ. അപ്പോൾ എക്സാമ്പിൾസ് വന്നിട്ട് ദ പാർട്ട് ഓഫ് പ്ലാന്റ് വിത്ത് ഫൈബ്രസ് റൂട്ട്, ബനാന, മെയ്സ്, ഒണിയൻ, ബാംബു, ഇതിനൊക്കെ എന്താണ് ഫൈബ്രസ് റൂട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇതൊരു ഫിഗർ വന്നിട്ട് എന്താണ് ടാപ്പ് റൂട്ടും ഫൈബ്രസ് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസാണ്. ഓക്കെ, ടാപ്പ് റൂട്ട് നോക്കി മെയിനായിട്ടൊരു റൂട്ട് അല്ലേ, മെയിനായിട്ടൊരു റൂട്ട്, അതേപോലെ ലാറ്ററൽ റൂട്ട് അല്ലേ, സബ് റൂട്ടുകൾ പോലെ ലാറ്ററൽ റൂട്ട്സ് ഉണ്ട്. ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മുടി പോലെ ഒരു പോർഷനിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലായിടത്തോട്ടും സ്പ്രെഡായിട്ട് കിടക്കുന്ന ടൈപ്പാണ് ഫൈബ്രസ് റൂട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വന്ന് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലവേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ഫ്ലവേഴ്സിനെ പറ്റി. ഓക്കെ, ദ ഫ്ലവർ ഇസ് ദ കളർഫുൾ സീഡ് ബിയറിങ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ പ്ലാന്റിലെ കളർഫുള്ളും അതേപോലെ തന്നെ വിത്ത് ഉണ്ടാക്കുന്നൊരു പാർട്ടാണ് എന്ത്, ഫ്ലവർ എന്ന് പറയുന്നത്. ഗ്രോ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റെമ്മിൻ്റെ ഏറ്റവും എൻഡിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, എന്തൊക്കെയാണ് ഈ ഫ്ലവറിൻ്റെ പാർട്സ്. ഓക്കെ, എ ടിപ്പിക്കൽ ഫ്ലവർ എക്സിബിറ്റ് ദ സ്ട്രക്ചർ. ഒരു ടിപ്പിക്കലായിട്ടൊരു ഫ്ലവറിന് ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് പെറ്റലാണ്. ഓക്കെ, പെറ്റൽസ് എന്താണ്, നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ. ദീസ് ആർ ബ്രൈറ്റ് കളർഫുൾ ബ്രോഡ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ടേക്കൻ ടുഗെദർ. ഓക്കെ, അപ്പോൾ പെറ്റൽസ് എന്താണ്, ഇതളുകൾ, അവർക്കാണ് ഇത് ബ്രൈറ്റ് കളർഫുൾ ബ്രോഡ് പാർട്സ്, നല്ല ബ്രൈറ്റ് ആയിരിക്കും കളർഫുള്ളായിട്ടുള്ള വലിയ പെറ്റൽസ് ഉണ്ടാവുന്നത്. ടേക്കൻ ടുഗെദർ പെറ്റൽസ് ഫോർ ദ ഫ്ലവേഴ്സ് ഫോർ വാട്ട് കോൾഡ് കൊറോള. അപ്പോൾ കൊറോള എന്താണ്, ഈ എല്ലാ പെറ്റൽസിനെയും കൂടി ചേർത്ത് നമുക്ക് കൊറോള എന്ന് വിളിക്കാം. ഓക്കെ, ഇനി sepal is the green leaf-like structure of the flower that enclose the parts and is responsible for protecting the flower. അപ്പോൾ സെപ്പലിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആണ്. വെൻ ഇറ്റ് ഈസ് ഇൻ ദ ബഡ് ഫോം ആൻഡ് സപ്പോർട്ടിങ് ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസംസ്. അപ്പോൾ വിരിയുമ്പോഴും അതേപോലെ തന്നെ ബഡായിട്ടിരിക്കുമ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഡ്യൂട്ടി, സെപ്പലിൻ്റെ ഡ്യൂട്ടി. സെപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂവിൻ്റെ കടിയിൽ ഒരു പച്ച കളർ, ഒരു ക്രൗൺ ലൈക്ക് ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും, അതാണ് സെപ്പൽ. ഓക്കെ, അടുത്തത് നോക്കാം, സ്റ്റേമൻ എന്താണെന്ന് നോക്കിയേ, സ്റ്റേമൻ. ഓക്കെ, സ്റ്റേമൻ, ദീസ് ആർ ലോങ് ആൻഡ് slender parts of the flower that visible upon removing the petals and sepals. അപ്പോൾ പെറ്റൽസും സെപ്പൽസും ഒക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റേമനെ കാണാൻ പറ്റുള്ളൂ. എ സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് ആൻ ആന്തർ. സ്റ്റേമനിൽ ആരൊക്കെ ഉണ്ട്, ആന്തർ ഉണ്ട്,
ഓക്കെ, ഇറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേമൻ. സ്റ്റേമൻ്റെ ഹെഡ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആന്തറിനെയാണ്. അതേപോലെ തന്നെ ഫിലമെൻറ്റും ഉണ്ട്. ഫിലമെൻറ്റ്, എ ലോങ് ക്രീമി കളേർഡ് സ്റ്റിക്ക് ഈസ് എ ഫിലമെൻറ്റ്. ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ക്രീമി കളർ ലോങ് സ്റ്റിക്കാണ് ഫിലമെൻറ്റ്. ദ സ്റ്റേമൻ ഈസ് ഓൾസോ നോൺ എസ് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് സ്റ്റേമനാണ്. ഓക്കെ, പിസ്റ്റിൽ. പിസ്റ്റിൽ എന്താണ്? ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ഫ്ലവർ. നമ്മുടെ ഫ്ലവറിൻ്റെ ഇന്നർ മോസ്റ്റ് പാർട്ടാണ്. ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈലുണ്ട്, അതേപോലെ തന്നെ ഓവറി ഉണ്ട്. ഓക്കെ, ഓരോന്നിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അത് വേറൊരു കളർ വെച്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സ്റ്റിഗ്മ എന്താണ്? ഹെഡ് ഓഫ് ദ പിസ്റ്റിൽ. പിസ്റ്റിലിൻ്റെ ഹെഡാണ് സ്റ്റിഗ്മ. അടുത്തത് സ്റ്റൈൽ. സ്റ്റൈൽ is the long sticky part of the that attach the stigma. സ്റ്റിഗ്മയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് സ്റ്റൈൽ. അടുത്തത് ഓവറി. ഓവറി ഈസ് ദ സ്മോൾ ആൻഡ് swollen സ്പിയേഴ്സ് ഓർ ദ ബേസ് ഓഫ് ദ പിസ്റ്റിൽ. പിസ്റ്റിലിൻ്റെ അടിയിലുള്ള സ്പിയർ ആയിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഓവറി. ഓക്കെ, പിസ്റ്റിൽ നമുക്ക് എന്ത് പറയാം? ഒരു പ്ലാന്റിൻ്റെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയാം. ഓവറിയുടെ ഉള്ളിൽ സ്മോൾ ബീഡ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ഓവ്യൂൾസും ഉണ്ട്. അപ്പോൾ ഈ പേജിൽ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്ന കുറേ ടേംസ് ഉണ്ട്. സോ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാൻ പോവുകയാണ്. അപ്പോൾ ഈ ടേംസ് നന്നായി പഠിക്കുക, കാരണം ഈ ടേംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം സ്റ്റേമൻ. സ്റ്റേമൻ എന്താണെന്ന് പഠിക്കുക. മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതേപോലെ തന്നെ രണ്ട് സംഭവങ്ങളുണ്ട് സ്റ്റേമൻ്റെ ഉള്ളിൽ. ആന്തറും ഉണ്ട്, ഫിലമെൻറ്റും ഉണ്ട്. ആന്തർ എന്താണ്? ഹെഡ് ഓഫ് സ്റ്റേമൻ. സ്റ്റേമൻ്റെ ഹെഡാണ്. അതേപോലെ തന്നെ ഫിലമെൻറ്റ് എന്താണ്? ലോങ് ക്രീമി കളേർഡ് സ്റ്റിക്കാണ് ഫിലമെൻറ്റ്. പിസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ എന്താണ്? പിസ്റ്റിൽ എന്താണെന്ന് നോക്കണം ആദ്യം. അതിൽ 3 പാർട്സ് ഉണ്ട്. സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈലുണ്ട്, അതേപോലെ തന്നെ ഓവറി ഉണ്ട്. ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾസും ഉണ്ട്. ഓക്കെ, സ്റ്റിഗ്മ ഹെഡ് ഓഫ് ദ പിസ്റ്റിലാണ്. സ്റ്റൈല് ലോങ് സ്റ്റിക്കി പാർട്ട് അറ്റാച്ച് ടു സ്റ്റിഗ്മ. സ്റ്റിഗ്മയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് സ്റ്റൈല്. അതേപോലെ തന്നെ ഓവറി എന്ന് പറഞ്ഞാൽ സ്മോൾ വോവൻ സ്പിയർ അറ്റ് ദ ബേസ് ഓഫ് പിസ്റ്റിൽ. ഓവറിയുടെ ഉള്ളിലുള്ള സ്മോൾ ബീഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഓവ്യൂൾസ് എന്ന് പറയുന്നത്. സോ നമുക്കതൊരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്സ് ഓഫ് ഫ്ലവർ വന്നത്. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ കാണുന്നത് എന്താണ്? യെല്ലോ കാണുന്നതാണ് നമ്മുടെ പെറ്റൽസ്. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് പെറ്റൽസ് എന്ന്. ഇവിടെ എഴുതിയിട്ടുണ്ട് പെറ്റൽസ് എന്താണെന്ന്. ഓക്കെ, ഇതാണ് പെറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇത് പെറ്റൽസ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് എന്താണ്? സെക്കൻഡ് വൺ സെപ്പൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അടിയിലുള്ള ഈ സംഭവം കണ്ടില്ലേ? ഈ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ പാർട്ടാണ് സെപ്പൽ. ഓക്കെ, പെറ്റൽസ്, സെപ്പൽസ്. അടുത്തത് നമ്മൾ പഠിച്ചത് സ്റ്റേമനാണ്. സ്റ്റേമൻ അല്ലേ? ഈ സ്റ്റേമൻ്റെ ഉള്ളിൽ 2 പാർട്സ് ഉണ്ട്. 1 ഫിലമെൻറ്റ്, സെക്കൻഡ് വൺ ആന്തർ. ആന്തർ എന്ന് പറഞ്ഞാൽ കണ്ടോ, നമ്മൾ ചെമ്പരത്തി പൂവിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ആന്തർ എന്താണ്. ഓക്കെ, അതാണ് ആന്തർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഫിലമെൻറ്റ്. ആ അടിയിലുള്ള ഗ്രീൻ ട്യൂബാണ് ഫിലമെൻറ്റ്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് നിങ്ങളുടെ ബുക്കിൽ വരച്ച് വെച്ചിട്ട് ഈ റെപ്രസെൻറ്റേഷൻ ഒന്ന് ചെയ്താൽ വളരെ ബെസ്റ്റായിരിക്കും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ. അപ്പോൾ പിസ്റ്റിലാണ് നമ്മുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ ഇതിൽ സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിലും നോക്കാം. സ്റ്റിഗ്മ കണ്ടോ? ഏറ്റവും ടോപ്പിലുള്ള ഈ പാർട്ടാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഓവറി എന്താണ്? അതിൻ്റെ അടിയിലേക്കുള്ള ട്യൂബ് പോലത്തെ സംഭവം. സ്റ്റൈല്. ഓവറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഓവറി ഇരിക്കുന്നത്. ഓവറിയുടെ ഉള്ളിൽ ആരുണ്ട്? ഓവ്യൂൾസ് ഉണ്ട്. ഓക്കെ, ഓവ്യൂൾസ് ഉണ്ട്. ഈ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, സ്റ്റാക്കും അതേപോലെ റിസെപ്റ്റക്കിൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഈ പാർട്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഈ ഫിഗർ വരക്കുക. അതേപോലെ മാർക്ക് ചെയ്യണമെങ്കിൽ ബെസ്റ്റാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ. ഓക്കെ,
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മെച്യൂർ ഫ്ലവറിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു സെയിം പാർട്സാണ്, പക്ഷേ ഇതെന്തിനാണ് കാണിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓവറിയുടെ ഉള്ളിലുള്ള ഒവ്യൂൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഈ ഒവ്യൂൾസ് കാണിച്ചിരിക്കുന്നത് കണ്ടോ, കുഞ്ഞ് സ്മോൾ ബീഡ് ലൈക്ക് സ്ട്രക്ചറാണ് എന്ത്, ഒവ്യൂൾസ്. ഓക്കെ, ഈ ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഒവ്യൂൾസ് എന്ന് കാണിക്കാനാണ് ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ് ഡെഫിനേഷനാണ്. സ്റ്റൊമാറ്റ എന്താണ്, സ്മോൾ മൈക്രോസ്കോപ്പിക് പോർസ് ഓൺ ദ ലീഫ് വിച്ച് എക്സ്ചേഞ്ച് ദ ഗ്യാസ് ആൻഡ് ട്രാൻസ്പിറേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസും ട്രാൻസ്പിറേഷനും നടക്കുന്നത് സ്റ്റൊമാറ്റ പോർസിൻ്റെ ഉള്ളിൽ കൂടിയാണ്. നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആനുവൽസ്. ആനുവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് പ്ലാന്റ്സ് ലൈക്ക് വീറ്റ് ആൻഡ് മെയ്സ് ദാറ്റ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ വൺ സീസൺ. ഒരു സീസണിൽ നട്ടാൽ അങ്ങനെ തന്നെ നിൽക്കും. യൂഷ്വലി ഹെർബ്സാണ് ആനുവൽസ് എന്ന് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇനി ബൈനിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാന്റ്സ് ലൈക്ക് ക്യാരറ്റ് ആൻഡ് റാഡിഷ് ലൈഫ് സൈക്കിൾ ഇൻ 2 സീസൺസ്, 2 സീസൺസിൽ ലൈഫ് സൈക്കിൾ ഉള്ളവർക്കാണ് ബൈനിയൽസ് എന്ന് പറയുന്നത്. ഇനി പെർനിയൽസ് ആണെങ്കിൽ എന്താണ്, ഗുവ ആൻഡ് പാം കണ്ടിന്യൂ ദെയർ ലൈഫ് സൈക്കിൾ മോർ ദാൻ 2 to 3 സീസൺ, 2-3 സീസൺ വരെ. ദേ മാനേജ് ടു റീഗ്രോ എവറി സ്പ്രിങ്, എല്ലാ സ്പ്രിങ് സീസണിലും അവർ പൂക്കും. ഓക്കെ, റീഗ്രോത്ത് ചെയ്യും. ഇനി ഏരിയൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റൂട്ട് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ട്രീ ഗ്രോൺ എബവ് ദ ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് അണ്ടർ ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ അടിയിൽ വളരാണ്ട് പൊക്കത്ത് വളരുന്ന റൂട്ടാണ് ഏരിയൽ റൂട്ട്. നമ്മൾ വലിയ മരങ്ങൾ കാണുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലെസൺ. അപ്പോൾ എല്ലാ ഡെഫിനേഷൻസും പ്ലാന്റിൻ്റെ എല്ലാ ഡെഫിനേഷൻസും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഈ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്തൊന്ന് നിങ്ങളുടെ ബുക്ക് നോക്കി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് വേണ്ട, ഈ നോട്ട്സ് പഠിക്കുകയാണെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആണ്. ഓക്കെ.